ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ബാലൻ പറയുന്നുണ്ട് വിവേകിനോട്, ആ കുട്ടിക്ക് ഞങ്ങളോട് എന്തോ ഒരു പിണക്കമുണ്ട്, അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം, എന്നിട്ട് ഉദ്ഘാടനം നടത്തിയാൽ മതിയെന്ന് പറയുന്നു. വിവേകും തിരിച്ച് പറയുന്നുണ്ട്, എന്നോടും തന്നെ ആ കുട്ടി ഇതുവരെ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് പോലുമില്ല, അപ്പോൾ നമ്മളോട് പൊതുവായിട്ട് എന്തോ വൈരാഗ്യമുള്ളത് പോലെയാണ്. ആ കുട്ടി വരാതെ നമുക്ക് ഇന്ന് ഉദ്ഘാടനം നടത്താൻ സാധിക്കില്ല എന്നും വസുതയും അതുപോലെ തന്നെ ധനപാലനും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് വർഷ അഞ്ച് പറയുന്നുണ്ട്, മാഡം ഒരു കാര്യമുണ്ട്, ആൻറ്റി ഒരു കാര്യമുണ്ട്, അവൾക്ക് ഇവിടേക്ക് വരാനായിട്ട് പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പീരീഡ്സ് ആയിട്ട് ഇരിക്കുവാണ്, അവൾക്ക് ഭയങ്കര വയറുവേദനയാണ്, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒന്നും അവരുടെ ആചാരം അനുസരിച്ച് വരാനും പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പീരീഡ്സ് ഒന്നും ഒരിക്കലും തന്നെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമല്ല, ഇതെല്ലാം തന്നെ ഒരു ഭാഗ്യമാണെന്ന രീതിയിലൊക്കെ വസുതയും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും അവൾക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ധനപാലൻ പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ എന്തായാലും ഇനി ആ കുട്ടിക്ക് വയ്യാണ്ടായതുകൊണ്ടല്ലേ, നമുക്ക് പിന്നീട് അവളെ കാണാനായിട്ട് പോകാമെന്ന് പറയുന്നു. എന്നാൽ അവളുടെ ആചാരങ്ങളനുസരിച്ച് അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവളെ നമുക്ക് നേരിട്ട് തന്നെ അങ്ങോട്ട് ചെന്ന് കാണണം എന്നും പറയുന്നു വിവേക്. ഇന്ന് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് അവളെ കാണാനായിട്ട് ഞാനും വരാം എന്നും പറയാം കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും എന്താ സമയമായി, നമുക്ക് വിളക്ക് കൊളുത്തിയാലോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ കൊളുത്തുന്ന സമയത്ത് വിക്രമനും അതുപോലെ ഹരിതയും അങ്ങോട്ട് വരുന്നുണ്ട് റീത്തുമായിട്ട്. ഇത് കാണുന്ന വസുതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വിക്രമനോട് ഹരിത പറയുന്നുണ്ട്, എന്താ അങ്കിൾ, ഈ സ്ത്രീ മരിച്ചിട്ടൊന്നും ഇല്ലല്ലോ, അപ്പം നമ്മുടെ ചാരപ്പണിക്കാർക്ക് തെറ്റി, ഇനിയിപ്പോൾ എന്താ മോളെ ചെയ്യുക, എന്തായാലും ഇതൊരു ഇനാഗ്രേഷനാണ് NJK മീഡിയയുടെ, അതുകൊണ്ട് തന്നെ ഈ ഒരു റീത്ത് അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് തടി തപ്പാം എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അവർ രണ്ടുപേരും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ധനപാലനും ഇവരിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ എന്താ കാരണം എന്ന രീതിയിൽ പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട്, നിങ്ങളെ വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ആട്ടി ഇറക്കിയ പോലെ ഇവിടെ നിങ്ങളെ ആരും ആട്ടി ഇറക്കാനൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴും സ്വാഗതം എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ശിവയാണെങ്കിലോ ആ ക്യാമറ ഓണാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇയാൾ വന്നതിൻ്റെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവുമെന്ന് ശിവയ്ക്ക് നല്ലപോലെ അറിയാം. എൻ്റെ അമ്പനാട് വിക്രമൻ എത്തിയല്ലോ, എന്താ നിനക്ക് വേണ്ട എന്ന രീതിയിൽ തന്നെ വസുധ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എൻ്റെ മരുമകൾ എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി വെച്ചിരിക്കുകയല്ലേ, നന്നായിട്ട് പിടിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധനപാലൻ പറയുന്നുണ്ട്, സാറ് ഇവിടെ വന്ന ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. ധനപാലിന് കൃത്യസമയത്ത് പെൻഷനൊക്കെ കിട്ടുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അത് തീർച്ചയായും കഴിഞ്ഞ മാസം കിട്ടാൻ ഇച്ചിരി ലേറ്റായെന്ന് പറയുന്നുണ്ട്. ഇനിയുള്ളതും മുടക്കണ്ട, അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ആ റീത്ത് ആ ഒരു NJK മീഡിയയുടെ മുകളിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴത്തേനും വസുതയ്ക്ക് ഒന്നുകൂടി ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. എന്ത് പണിയാണ് താൻ ഈ കാണിച്ചത് എന്ന രീതിയിലൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. എൻ്റെ ബ്രദറിനെ പോലെ കരുതിയ ഒരാളായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ പേരിൽ തുടങ്ങിയ ഒരു മീഡിയ ആണല്ലോ, പക്ഷേ അയാൾക്ക് എന്ത് സംഭവിക്കാനോ, ഒരു ദിവസം അയാൾ മരണപ്പെട്ടു, അത്രയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ പുറകിലെല്ലാം താൻ തന്നെയാണെന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഞാൻ എൻ്റെ ലക്ഷ്മിയെക്കുറിച്ചാണ് എനിക്ക് ഇനി അന്വേഷിക്കേണ്ടത്, അതിനു വേണ്ടി തന്നെയാണ് അവളുടെ മക്കളുടെ പ്രായത്തിലുള്ള ഈ 4 പെൺകുട്ടികളെ ഞാൻ കൂട്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വസുന്ധരാദേവി അങ്ങോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഹരിതയോട് പറയുന്നുണ്ട്, ഇവളെ അങ്ങ് മാറ്റി നിർത്തിക്കോ, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അവളിവിടെ നിന്നോട്ടെ, തനിക്ക് തൻ്റെ രക്തമൊന്നുമല്ലല്ലോ ഇവള്, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് മാറ്റി നിർത്തുമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അമ്പനാട് വിക്രമിൻ്റെ ലീലാവിലാസങ്ങൾ ഇവൾ കേൾക്കാനിട വരും എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഹരിതയോട് പറയുന്നുണ്ട്, മോളെ നീ അങ്ങോട്ട് മാറി നിൽക്കുന്നു പറയുന്നു കേട്ടോ. അതിന് ഹരിത അങ്ങോട്ട് മാറി നിൽക്കുന്ന സമയത്ത് തന്നെ വർഷ അടുക്കളയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എടി, നിന്നെ ഞാൻ കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു, ഇങ്ങോട്ട് ഇറങ്ങി വാടിയെന്ന് പറയുന്നുണ്ട്. ഞാനും നിങ്ങളും തമ്മിൽ എന്താ പ്രശ്നം, ഞാനും തമ്മിലാണ് പ്രശ്നം, മര്യാദയ്ക്ക് ഇറങ്ങി വന്നോ എന്ന് പറയുന്നുണ്ട്. ആ സമയം വർഷ അതിനകത്തേക്ക് തന്നെ പോകുന്നു. വീണ്ടും അമ്മനോട് വിക്രമനോട് വസുന്ധര പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എൻ്റെ ലക്ഷ്മികളെ കൊന്നു കളഞ്ഞതെന്ന് പറയുന്നുണ്ട്. അതിനൊരിക്കലും തന്നെ തെളിവ് എവിടെ, ആ കേസൊക്കെ അന്നേ മുങ്ങിപ്പോയില്ലേ, പക്ഷേ അവൾ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്ന അടക്കം ഞാൻ പുറത്ത് കൊണ്ടുവരും, ഇവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അതൊരിക്കലും നടക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അവളെ ചതിച്ച് ഗർഭിണിയാക്കിയതിന് ശേഷം തന്നെ താൻ അവളെ എവിടെയോ കൊന്നു കളഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ലക്ഷ്മിയെ ഞാൻ തന്നെ കൊണ്ടുവരും, അതിനു വേണ്ടി തന്നെ നിൻ്റെ സമയം അടുത്ത് കഴിഞ്ഞ് വിക്രമ എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കുന്നുണ്ട് കേട്ടോ വസുധ. അത് കേൾക്കുന്ന വിക്രമിനാകെ ടെൻഷനാവുന്നുണ്ട്. അതിനുശേഷം തന്നെ ഹരിതയോട് ചെന്ന് പറയുന്നുണ്ട്, മോളെ നീ ഇവിടെ തന്നെ നിന്നില്ലേ,
എന്നാൽ നമുക്ക് പോവാം. എന്താ അങ്കിൾ, ഞാനും കൂടി കേൾക്കാൻ പറ്റാത്ത ആ കാര്യം. അപ്പോഴത്തേനും വിക്രമിനൊന്നും സംസാരിക്കാനില്ല. രണ്ടുപേരും തിരിച്ചു പോകുന്നു. അതിനുശേഷം തന്നെ ഉദ്ഘാടനം നടക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ശിവയാണെങ്കിൽ ന്യൂസ് പുറത്ത് വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ, വിക്രമിൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചൊക്കെ. അങ്ങനെ അത് കേൾക്കുന്ന ഷാർമിളയും അതുപോലെ തന്നെ രാഹുലും ഉണ്ട്. അങ്ങനെ ഷാർമിളയ്ക്ക് തൻ്റെ ഭർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടി കരയുന്നുണ്ട് കേട്ടോ. എന്തിനാ ആൻറ്റി, ആൻറ്റി കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അച്ഛനും ഹരിതയും അങ്ങോട്ട് പോകുന്നത് ആൻറ്റിക്ക് തടയാമായിരുന്നു, പക്ഷേ ആൻറ്റി അത് ചെയ്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വമാണടാ അത് പറഞ്ഞത്, പിന്നെ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം എന്ന് പറയുമ്പോഴത്തേനും, ഞാൻ എൻ്റെ ഏട്ടൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ച് കേട്ടിട്ടല്ല, എൻ്റെ എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കരഞ്ഞു പോയതാന്ന് പറയുന്നുണ്ട് കേട്ടോ. നിനക്കിപ്പോൾ എന്താണ് പ്രശ്നമെന്നും ചോദിക്കുന്നുണ്ട് രാഹുലിനോട്. നിനക്കിതൊക്കെ പ്രശ്നമാണോ? അച്ഛൻ്റെ പേര് പോയതാണോ നിൻ്റെ പ്രശ്നം, അതോ ആ ഒരു ക്രൂര മനസ്സുള്ള ആ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുവന്നതാണോ നിൻ്റെ പ്രശ്നം? എല്ലാം എൻ്റെ പ്രശ്നം തന്നെയാണ് ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ശിവയാണെങ്കിലോ ഇതിനെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഒരിക്കലും തന്നെ ഈ കേസ് വിട്ടുകളയില്ല. അവൾക്ക് വാശിയും വീറും കുറച്ച് കൂടിയിട്ടുണ്ടാവും ഇപ്പോൾ എന്ന് പറയുന്നു. ഈ ന്യൂസ് എല്ലാവരും തന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം തന്നെ എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ ആ ഒരു ലക്ഷ്മി എവിടെയാണെന്നുള്ളത് തിരിച്ചറിയട്ടെ എന്നാട്ടോ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് എന്ത് സംഭവിച്ചു, അവൾ എന്താണ് വിക്രമിന് ചെയ്തത് എന്നാലോചിച്ചു കൊണ്ടിരിക്കട്ടോ എല്ലാവരും. ആ ന്യൂസാണ് ഇനി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശിവ എന്തായാലും അത് പുറത്ത് കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും മുൻകൈ എടുത്ത് തിരയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.